ఇకపై మీకు ఇష్టమైన ఫేవరెట్ సీరియల్స్ యొక్క ఫుల్ ఎపిసోడ్స్ యూట్యూబ్లో అందుబాటులో ఉండవు. కేవలం సన్నెక్స్లో మాత్రమే ఫ్రీగా చూడొచ్చు. ഈ മുറിവ് എങ്ങനെയുണ്ടായതാ? ആരെങ്കിലും ഉപദ്രവിച്ചതാണോ ഇത്? ഞാൻ എന്താ നിങ്ങൾ മറുപടി ഒന്നും പറയാത്തത്? അത് നിലത്ത് ഒരു കമ്പി കുത്തി വെച്ചിരുന്നു. ഞാൻ കാല് തെറ്റി അതിലേക്ക് വീണതാ ഡോക്ടർ. മുറിവ് കണ്ടിട്ട് മൂർച്ചയുള്ള എന്തോ ആയുധം കൊണ്ട് പരിക്കേൽപ്പിച്ച പോലെ ഉണ്ടല്ലോ. അത് മൂർച്ചയുള്ളത് തന്നെയായിരുന്നു. തേങ്ങ പൊതിക്കാൻ വേണ്ടി പാര കുത്തി വെച്ചിരുന്നതാ. അതിലേക്ക് ഞാൻ വീണത്. OP ടിക്കറ്റ് എടുത്തായിരുന്നോ? ഇല്ല ഡോക്ടർ. എങ്കിൽ നിങ്ങൾ പോയി OP ടിക്കറ്റ് എടുക്ക്. എന്നിട്ട് പുറത്ത് നിന്നാ മതി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളാം. ശരി ഡോക്ടർ. കാർത്തി, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടാ. എനിക്ക് പേടിയാവാ. എന്തോ കുഴപ്പമുണ്ട്. ഒന്നുമില്ല വൈക, നീ സമാധാനായിട്ടിരിക്ക. കരയല്ലേ? എന്താ കാർത്തിക്, എന്താ ഉണ്ടായത്? പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായില്ല. ഞങ്ങള് ചെക്കപ്പിന് വേണ്ടി വന്നോണ്ടിരിക്കുകയായിരുന്നു. വഴിയിൽ വെച്ച് ചെറുതായിട്ടൊന്ന് പെയിൻ തുടങ്ങിയതാ. ഇവിടെ എത്തിയപ്പോഴേക്കും നല്ല വേദനയായി. ഒന്നുമില്ല വൈക, കരയാതിരിക്കേ. രത്ന ഡോക്ടർ ഇപ്പോൾ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഭയങ്കര പെയിനാ. കരയാണ്ടിരിക്കുക വൈക, ഒരു കുഴപ്പമില്ല. ഡോക്ടർ ഇപ്പൊ വരും. കാർത്തി, എനിക്ക് പേടിയാവാ. എന്താ ശ്രീകാന്ത് പ്രശ്നം? പെട്ടെന്നുണ്ടായ പെയിനാണെന്ന് തോന്നുന്നു ഡോക്ടറെ. ഞാനൊന്ന് നോക്കട്ടെ. നല്ല വേദനയുണ്ടോ? വേദനയാ. ഇവിടെയുണ്ടോ? വിഷമിക്കണ്ട, ഇപ്പൊ ശരിയാവല്ല. ഡോക്ടർ, കുഴപ്പം വല്ലതുണ്ടോ ഡോക്ടർ? കുഴപ്പമൊന്നും ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പെയിൻ റിലീഫിന് വേണ്ട ഇഞ്ചക്ഷനാ കൊടുത്തിരിക്കുന്നത്. തൽക്കാലം ഒന്ന് മയങ്ങട്ടെ. അത് കഴിഞ്ഞൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം. എന്നിട്ട് എന്തെങ്കിലും പറയാൻ പറ്റൂ. ഡോക്ടർ, അർജന്റായിട്ട് എമർജൻസിയിലേക്ക് ചെല്ലാൻ പറഞ്ഞു. എന്തുപറ്റി? ഒരു പെൺകുട്ടിക്ക് കുത്തേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ച് ക്രിട്ടിക്കലാ. ബ്ലീഡിങ് നിൽക്കുന്നില്ല. ഒന്ന് വേഗം വരണം ഡോക്ടർ.
ഇവിടെ അഡ്മിറ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് ഡോക്ടർ വന്നിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റൂ. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യണമെന്ന് ഡ്യൂട്ടി ഡോക്ടർ പറയുന്നു. അയ്യോ, സുന്ദരിയുടെ കാര്യമാണല്ലോ ഈ പറയുന്നത്. കുഴപ്പമാവൂല്ലോ ഇത്. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ച അളിയൻ. ഡോക്ടർ, ഞാൻ ഈ കേസ് ഒന്ന് അറ്റൻഡ് ചെയ്തിട്ട് വരാം. ഓക്കെ. വരൂ. സുന്ദരിയോ? ഇതെങ്ങനെ? ഡോക്ടർ, ഫസ്റ്റ് എയ്ഡ് വല്ലതും ചെയ്തോ? ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, അതുകൊണ്ടൊന്നും ചെയ്തിട്ടില്ല. കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ നമ്മൾ കൈ ഒഴിഞ്ഞു കളയോ? ഇതൊരു മർഡർ അറ്റംപ്റ്റ് ആണെന്നാ തോന്നുന്നത്. വാട്ട് എവർ, വേഗം ട്രിപ്പ് കൊടുക്കാൻ നോക്ക് സിസ്റ്റർ. ഈ കുട്ടിയുടെ ബൈസ്റ്റാൻഡർ ആരാ ഉള്ളത്? ആരാ കൊണ്ടുവന്നത്? അയാള് പുറത്തുണ്ട് ഡോക്ടർ. വിളിക്കാം. ഡോക്ടർ, എന്റെ മോക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ആദ്യം എന്താ സംഭവിച്ചെന്ന് പറയും. കള്ളം വേണ്ട, സത്യമായത് പറ. എന്താ ഉണ്ടായെന്ന് പറ നിങ്ങൾ. അത് ഞാൻ എന്റെ കയ്യില് ഒരു കത്തി ഉണ്ടായിരുന്നു, അത് കൊണ്ടതാ. കത്തി വെറുതെ കയറിയും കൊള്ളൂ. നിങ്ങളാണ് സുന്ദരി കുത്തിയത്? അയ്യോ, മനഃപൂർവ്വം ചെയ്തതല്ല ഡോക്ടർ. ഞാൻ വേറൊരാളുടെ നേരെ കത്തി ഓങ്ങിയപ്പോ മോള് ഇടയ്ക്ക് വന്ന് കയറിയതാ. അറിഞ്ഞുകൊണ്ട് ഞാൻ എന്റെ മോളെ ഒന്നും ചെയ്യില്ല ഡോക്ടർ. പറ്റിപ്പോയി. എങ്ങനെയെങ്കിലും ഇവളെ രക്ഷിച്ചു തരണം. ശരി ശരി, തൽക്കാലം പുറത്തു പോയിട്ട്. ബ്ലീഡിങ് കുറച്ച് കൂടുതലാണ്. ഇവിടെ നിന്ന് എങ്ങും പോരുത്. എന്റെ മോക്ക് ഒരു കുഴപ്പമില്ലെന്ന് പറയുന്നത് വരെ ഞാൻ എങ്ങും പോവില്ല. ഇവിടെ തന്നെ ഉണ്ടാവും. തൽക്കാലം പുറത്തേക്ക്. എന്താ ചെയ്യാൻ പറ്റുന്ന നോക്കട്ടെ. ശരി ഡോക്ടർ. ഒന്ന് തന്നെ. വരുന്നവരോടും പോകുന്നവരോടും എല്ലാം നിങ്ങൾ കത്തിയോണ്ട് കുത്തിയാണെന്ന് പറയാൻ നിൽക്കണ്ട. ചിലപ്പോ അത് പിന്നെ പിടിച്ചാ കിട്ടില്ല, വലിയ കേസാവും. അറിഞ്ഞുകൊണ്ട് ഞാൻ ചെയ്തതല്ലെങ്കിലും എന്റെ കൈകൊണ്ട് പറ്റിയതല്ലേ ഡോക്ടർ? പറഞ്ഞതനുസരിച്ചാ നിങ്ങൾക്ക് കൊള്ളാം. ചെല് ഡോക്ടറെ, ഇനി സമയം കളയണ്ട. പേഷ്യന്റിനെ പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റി. ഇമ്മീഡിയറ്റ് സർജറി വേണം. അയ്യോ, അത്രയ്ക്ക് കുഴപ്പമുണ്ടോ ഡോക്ടർ? കുഴപ്പമുണ്ടോന്ന് ചോദിച്ചാ ഉണ്ട്. നിങ്ങൾ പുറത്തേക്ക് നിൽക്കേ, ഞങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്യണം. ഈ നിൽക്കുന്ന കൃഷ്ണമാമയെ ജയിലിലേക്ക് വിടാതിരിക്കാനാ. ഒരു പക്ഷെ ഞാൻ മരിച്ചു പോയാൽ പോലും മരണമൊഴിയായി ഞാൻ പറഞ്ഞേനെ എന്റെ കൃഷ്ണമാമ എന്നെ ഒന്നും ചെയ്തിട്ടില്ലെന്ന്. സുന്ദരി, ആർ യു ഓക്കെ?
നോ പ്രോബ്ലം ഡോക്ടർ. ഓക്കെ എന്ന് എനിക്കറിയാം. കാരണം സാധാരണ ഒരു പെണ്ണല്ലല്ലോ സുന്ദരി. ഇത്തരത്തിലൊരു ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഒരു ദിവസം കഴിയാതെ ആരും ഉണർന്നെഴുന്നേറ്റിരിക്കുന്ന പതിവില്ല. ഇത് 2 മണിക്കൂർ കഴിഞ്ഞപ്പോ എഴുന്നേറ്റിരുന്ന് നേഴ്സുമാരോട് കാര്യം പറയാൻ തുടങ്ങിയതാ. സിംഹക്കുട്ടിയല്ലേ ഇത്, സിംഹക്കുട്ടി. ഈ കളക്ടർ മാഡത്തിന്റെ കാര്യത്തിൽ എനിക്കൊരു സംശയമില്ലാതില്ല. ഞാൻ പൊക്കോളാൻ പറഞ്ഞ ഇപ്പൊ വേണമെങ്കിൽ ഇവിടുന്ന് ഇറങ്ങി നടന്നങ്ങ് വീട്ടിൽ പോകും. അല്ലേ സുന്ദരി? ഡോക്ടർ പറഞ്ഞത് സത്യം. എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ പെയിൻ ഒന്നും തോന്നുന്നില്ല. ഞാൻ പെർഫെക്റ്റ്ലി ഓൾറൈറ്റാ. കണ്ടോ കണ്ടോ, കളക്ടറുടെ ആവേശം കണ്ടോ? വീട്ടിൽ പോകാൻ വേണ്ടിയുള്ള പരിപാടിയാ. പക്ഷെ ആസ് എ ഡോക്ടർ ഞാനത് അനുവദിക്കില്ല. സുന്ദരി എപ്പോ ഡിസ്ചാർജ് ആക്കണമെന്ന് ഞാൻ പറയും, കേട്ടല്ലോ? അതുവരെ ഇവിടെ കണ്ടിന്യൂ ചെയ്താൽ മതി. എന്നാലും എന്നത്തേക്ക് പോവാൻ പറ്റും? എന്താ, നാളെ വീട്ടിൽ പോകണമെന്നുണ്ടോ? നാളെയെങ്കിലും പോയാ കൊള്ളാന്നുണ്ട്. നോക്കട്ടെ, ഞാൻ ആലോചിച്ചിട്ട് പറയാം. ഓക്കെ, ടേക്ക് കെയർ. വേണ്ട, കൊല്ലട്ടെ, കൊല്ലാൻ പറ. ചാവാൻ തയ്യാറായി തന്നെ ഞാൻ വന്നിരിക്കുന്നത്. നോക്ക് കാർത്തി, ചെയ്യാവുന്നതിന്റെ പരമാവധി തെറ്റുകൾ ചെയ്ത് ചതിയുടെ അങ്ങേയറ്റം കാണിച്ചിട്ടാ നീ ഇപ്പൊ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്നേ. ഇനി നീ ഇവിടെ നിന്നാ നിന്റെ മരണം എന്റെ കൈ കൊണ്ടായിരിക്കും. എന്തിനാടാ നീ വീണ്ടും ഇങ്ങോട്ട് ഒന്ന് കേറിയത്? ഇവരെയൊക്കെ കൊലയാളിയാക്കി ജയിലിൽ കയറ്റാനോ? കുടുംബം ഇത്രയൊക്കെ തകർത്തിട്ട് മതിയായില്ലേ നിനക്ക്? അതും മുച്ചോടെ മുടിച്ചാലേ സമാധാനാവുള്ളൂ നിനക്ക്. നിങ്ങളുടെ കുടുംബം മുടിക്കാനൊന്നും അല്ല ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ നല്ലവനാണെന്ന് സ്ഥാപിച്ച് സർട്ടിഫിക്കറ്റ് എഴുതി വാങ്ങിക്കാനുമല്ല. നിങ്ങളുടെയൊക്കെ കണ്ണിൽ ഞാൻ വലിയ തെറ്റുകാരനായിരിക്കും. എന്നെ മഹാനാക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നുമില്ല. പക്ഷെ ഞാൻ ആഗ്രഹിച്ച ഒരു ജീവിതമുണ്ട്. ആ ജീവിതമാണ് ഞാനിപ്പോ ജീവിക്കുന്നത്. സുന്ദരിയുടെ കഴുത്തിൽ ഞാൻ എന്തുകൊണ്ട് താലി കെട്ടിയെന്ന് വിശദീകരിക്കാതെ തന്നെ ഈ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം. സെന്റിമെന്റ്സ്, ഇമോഷണൽ ടോർച്ചറിങ്. ഈ നിൽക്കുന്ന അളിയന്റെ മുഖത്ത് നോക്കി ഞാനെന്ന് പറഞ്ഞല്ലേ എനിക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ലാന്ന്? സുന്ദരിയോട് പറഞ്ഞില്ലേ എനിക്ക് താല്പര്യമില്ലാന്ന്? പറഞ്ഞില്ലേ? മഹാനാണെന്ന സ്വഭാവ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വന്നതല്ലെന്ന് ആദ്യമേ തന്നെ പറഞ്ഞിട്ട് സ്വന്തം ഭാഗം ന്യായീകരിക്കാൻ നോക്കണ്ട. താലി കെട്ടിയ പെണ്ണിനെ ആദ്യ രാത്രി എന്നും പറഞ്ഞു മണിയറയിൽ കൊണ്ടിരുത്തിയിട്ട് നിന്നെ എനിക്ക് ഭാര്യയായി കാണാൻ പറ്റില്ല എന്ന് പറയുന്ന മഹത്വം അതല്ലേ താനിപ്പോ പറഞ്ഞത്? നിങ്ങൾക്ക് ഞാനുമായുള്ള വിവാഹം താല്പര്യമില്ലാന്ന് ഉലകം മൊത്തം ചിലപ്പോ പ്രസംഗിച്ചു കാണും. പക്ഷെ
താലി കെട്ടി മണിയറയിൽ എത്തിക്കുന്നതിന് മുന്നേ ഒരു വാക്ക് എന്നോട് പറയാനുള്ള നട്ടലുറപ്പ് താൻ കാണിക്കാത്തത് എന്താ? പറഞ്ഞത് മനസ്സിലായില്ലേ? എന്റെ മുഖത്ത് നോക്കി പറയണമായിരുന്നു നിന്നെ എന്റെ ഭാര്യയാക്കാൻ മനസ്സിലായിരുന്നു എന്ന്. നാട് മുഴുവൻ കല്യാണം വിളിച്ച് മണ്ഡപത്തിൽ കയറ്റിയിരുത്തി ഒരു പെണ്ണിനെ താലി കെട്ടി വിളക്ക് കൊടുത്ത് വീട്ടിൽ കയറ്റി ഭാര്യയാക്കി വെച്ചിട്ടല്ല നിന്നോടൊപ്പം ഉള്ള ജീവിതത്തിന് താല്പര്യമില്ലാന്ന് പ്രഖ്യാപിക്കാൻ. എന്നിട്ടതിനെ ന്യായീകരിക്കാൻ നോക്കുന്നോ താൻ? പിന്നീട് അങ്ങോട്ട് ചെയ്തതെല്ലാം ഞാൻ മറക്കാം. തന്റെ ഭാഗത്ത് ന്യായീകരണം ഉണ്ടായിരുന്നെന്നോ നേരത്തെ പറഞ്ഞതുപോലെ തന്റെ സ്വപ്നത്തിലെ ജീവിതം നേടാൻ വേണ്ടിയായിരുന്നെന്നോ സമ്മതിച്ചു തരാം. പക്ഷെ എനിക്കൊരിക്കലും ഒരു അമ്മയാകാനാകില്ലെന്ന കള്ള സർട്ടിഫിക്കറ്റ് ഡോക്ടറെ കൊണ്ടുണ്ടാക്കിച്ച തന്റെ മാനസികാവസ്ഥയെ ഞാൻ എന്ത് പേര് പറഞ്ഞു വിളിക്കണം? എനിക്കൊരമ്മയാകാനാകില്ലെന്നും തനിക്ക് അത് കാരണം അച്ഛനാകാനുള്ള ഭാഗ്യമില്ലെന്നും പറഞ്ഞ് ഈ നിൽക്കുന്ന കൃഷ്ണമാമ്മയുടെയും ദേവിയമ്മയുടെ മുന്നിൽ താൻ കരഞ്ഞു കാണിച്ചില്ലേ? നാണമുണ്ടോടെ തനിക്ക്? ഇഷ്ടമില്ലാത്തൊരു വിവാഹം കഴിക്കേണ്ടി വന്നു. ഞാൻ ഒത്ത് പൊരുത്തപ്പെട്ട് ജീവിക്കാനും നിങ്ങൾക്കായില്ല. അപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വേറൊരു പെണ്ണുണ്ടായിരുന്നു. അവളുമൊത്ത് ജീവിതവും തുടങ്ങി. എന്നെ ഈ എറണാകുളം നഗരത്തിൽ തനിച്ചാക്കി അവള് ഒത്ത് ജീവിച്ച് അവളിൽ കുഞ്ഞുമായി. അപ്പോഴെങ്കിലും എല്ലാവരോടും തന്റെ ഇടത്തോടെ നിങ്ങൾക്ക് പറയായിരുന്നില്ലേ ഞാൻ വേറൊരു പെണ്ണിൽ ഒരു അച്ഛനാകാൻ പോവുകയാണെന്ന്? അങ്ങനെയെങ്കിലും മുതുകിലെ വാഴപ്പിണ്ടിയുടെ സ്ഥാനത്ത് നട്ടലാണെന്ന് തെളിയിക്കായിരുന്നില്ലേ നിങ്ങൾക്ക്? നിങ്ങളുടെ ഭാര്യ പദവി വേണ്ട എന്ന് 1000 വട്ടം നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നും ആരെയും അറിയിക്കരുതെന്ന് നിങ്ങളോട് യാചിച്ചത് പോലും എന്റെ കുടുംബത്തിലുള്ളവരെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാ. നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനും ഞാൻ ഇതുവരെ എതിര് നിന്നിട്ടില്ല. ആരുടെ കൂടെ ജീവിച്ചാലും അതിൽ ശല്യം ഉണ്ടാക്കാനും ഞാൻ വന്നിട്ടില്ല. എന്നിട്ടും നിങ്ങൾ എന്റെ മാർഗത്തിൽ തടസ്സം നിന്നു. ഞാൻ കളക്ടർ ആവാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്തു. എന്തിന്? ഞാൻ രക്ഷപ്പെടരുതെന്ന് മോഹിച്ചിട്ട്. സത്യമല്ലേ? ഞാൻ പോകുന്ന വഴിയിലെല്ലാം എന്നെ ദ്രോഹിക്കാനായി നിങ്ങൾ മുന്നിൽ വന്ന് നിന്നപ്പോ ഒരു തവണ പോലും ഈ നിൽക്കുന്ന കൃഷ്ണമാമയോട് നിങ്ങളുടെ പേര് ഞാൻ പറയാതിരുന്നത് ഈ മനുഷ്യന്റെ വെട്ടുകൊണ്ട് താൻ ചാവാതിരിക്കാൻ വേണ്ടിയാ. എന്നിട്ടും താൻ വന്നു നിന്ന് പ്രസംഗിക്കുന്നു അല്ലേ? ഇമോഷണലി ടോർച്ചർ ചെയ്തു പോലും. എന്താടാ നാണം കെട്ട് തലയും കുനിച്ച് നിൽക്കുന്നേ? ഇവള് ചോദിക്കുന്ന ഏതെങ്കിലും ചോദ്യത്തിന് നിനക്ക് മറുപടി പറയാനുണ്ടോ? പറടാ, നീ ചെയ്തതിൽ എവിടെയാടാ ശരി? വേണ്ട കൃഷ്ണേട്ടാ, നിങ്ങൾക്ക് തെറി വിളിക്കാനുള്ള യോഗ്യത പോലും ഇവനില്ല. നാണം കെട്ടവൻ വന്ന് നിൽക്കുന്ന കണ്ടില്ലേ? എന്റെ അമ്മയുടെ വയറ്റിൽ തന്നെ വന്ന് പറഞ്ഞതാണോടാ നീ? എന്റെ കൂടെ പിറപ്പെന്ന് പറയുന്നത് പോലും ശാമ്പോയിട്ട് കാണുക. ഞാൻ ഇറങ്ങി പോടാ മുന്നിന്ന്. പോവാൻ തന്നെയാ ഞാൻ വന്നത്. ഇപ്പോഴും ഞാൻ പറയുന്നു, എന്റെ ഭാഗത്ത് ശരിയുണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ കുടുംബവുമായിട്ട് യോജിച്ച് പോകാനുള്ള കൊതി കൊണ്ട് വന്നതുമല്ല. എന്റെ ഭാഗത്ത് ന്യായമുണ്ടെന്നല്ല, എന്റെ ഭാഗത്തും ഒരു ന്യായമുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇതുവരെ ചെയ്തു തന്ന ഉപകാരങ്ങൾക്കെല്ലാം നന്ദിയുണ്ട്. ഇനി എന്റെ കുടുംബമൊന്നും പറഞ്ഞ് നിങ്ങളുടെ ആരുടെ മുന്നിലേക്ക് ഞാൻ വരില്ല. എന്റെ മുന്നിലേക്ക് നിങ്ങളും വരണ്ട. ഞാൻ നിങ്ങളുമായിട്ട് ഇനി ഒരു ബന്ധമില്ലെന്ന് പച്ച മലയാളത്തിൽ പറഞ്ഞിട്ടല്ലേ അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ എന്തിനാ എന്നെ കിടന്ന് ഇങ്ങനെ വിളിക്കുന്നത്? കാര്യങ്ങളൊക്കെ എനിക്കറിയാം, തിരക്കായിരിക്കും. പക്ഷെ ഇതൊരു അത്യാവശ്യ കാര്യമായതുകൊണ്ടല്ലേ ഇവിടെ വരെ ഒന്ന് വന്നിട്ട് അപ്പൊ തന്നെ പൊയ്ക്കോ. ഇവിടെ നിങ്ങളോട് സംസാരിച്ചേ പറ്റൂന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുക അച്ഛമ്മ. അതുകൊണ്ടല്ലേ? നീ ഫോണിങ്ങത്താ, ഞാൻ സംസാരിക്കാം. ഞാൻ സംസാരിക്കില്ല അച്ഛമ്മ. പുള്ളിക്കാരൻ നല്ല തിരക്കില്ല, ഓഫീസിലാണെന്നാ പറഞ്ഞേ. ഓഫീസില് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അച്ഛൻ വിളിക്കുന്നു, അപ്പൂപ്പൻ വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇനി എന്നെ വിളിച്ചേക്കരുത്. മനസ്സിലായോ?
ശരി ശരി, വേഗം ഇങ്ങോട്ട് വന്നാ മതി. വരാന്ന് പറഞ്ഞു അച്ഛമ്മ. അവനിങ്ങ വരട്ടെ, എന്നിട്ടെല്ലാം ഞാൻ ചോദിച്ചോളാം. എന്തായാലും അവൻ വരാന്ന് പറഞ്ഞല്ലോ. ചേച്ചി സമാധാനമായിട്ടിരിക്കുക. സമാധാനപ്പെടുന്നതൊക്കെ പിന്നെ, ആദ്യം അവൻ വരട്ടെ. ആ, എന്നാ എന്താന്ന് വെച്ചാ ചെയ്തു. അല്ല പിന്നെ ഓ, ഇവക്കെന്ത് കാര്യം? ഓ, ഇവളും എന്തുദ്ദേശത്തിലാ നീ കാർത്തിക്കിനെ വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? അച്ഛമ്മയുടെ മുമ്പിൽ വെച്ച് അടുത്ത പ്രശ്നം ഉണ്ടാക്കാനാണോ നിന്റെ നീക്കം? അതിന് കാർത്തിക വരാൻ സമ്മതിച്ചു ആരാ പറഞ്ഞത്? വരില്ലെന്ന് ദേവിയമ്മയുടെ ആങ്ങള പച്ച മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ട്. അച്ഛമ്മയെ ബോധ്യപ്പെടുത്താൻ ഞാൻ വെറുതെ അങ്ങനെ പറഞ്ഞേ ഉള്ളൂ. ഓ, ഇനി കാർത്തിക് വരാത്തതെന്തെന്ന് ചോദിച്ചുള്ള ഇരിപ്പായിരിക്കും അമ്മയ്ക്ക്. വല്ല കാര്യം ഉണ്ടായിരുന്നോ നിനക്ക്? പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? വരില്ലെന്ന് പറഞ്ഞത് അങ്ങ് അറിയിക്കണമായിരുന്നോ? അത് പറയാൻ നിനക്ക് പറ്റിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞോളാം. ഇനി ഇതിന്റെ പേരിൽ ഇവിടെ കള്ളക്കളികൾ വേണ്ട. ദേവിയമ്മ നിക്ക്, പോവല്ലേ. ഞാൻ പറയുന്നു, ഒന്ന് കേക്ക്. അമ്മ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആവശ്യമില്ലാതെ വാശി പിടിക്കണ്ട. കാർത്തിക് വരുമ്പോ വരട്ടെ, കേട്ടല്ലോ? ഭാര്യ ആശുപത്രിയിലായാൽ പോലും വരാൻ പറ്റാത്ത എന്ത് തിരക്കാ നിന്റെ ആങ്ങളയ്ക്കുള്ളത്? ആങ്ങളൊക്കെ പല തിരക്കും കാണും. അവന് ഭാര്യയൊന്നും കുടുംബമൊന്നും ഇല്ല. കണ്ണി കണ്ടവളുമാരുടെ കാര്യങ്ങൾ നോക്കി നടക്കുക അവൻ. കണ്ണി കണ്ടവളുമാരുടെ കാര്യോ? ഏതവളാടി? അത് ഒന്നുമില്ല അച്ഛമ്മ. വൈഗ മാഡത്തിന്റെ ഓഫീസ് കാര്യങ്ങൾക്ക് പോയേക്കുമല്ലേ, അതാ ദേവിയമ്മ അങ്ങനെ പറഞ്ഞത്. അതെ, അവൻ വൈകിയുടെ പുറകെ തന്നെയാ. അവൻ വരുമെന്ന് പ്രതീക്ഷിച്ച് ഇവിടെ കാത്തിരിക്കുകയും വേണ്ട, കേട്ടല്ലോ? ഇനി സുന്ദരിയുടെ ഭർത്താവെന്നും പറഞ്ഞ് ഇവിടെ ആരും കാത്തിരിക്കണ്ട. എന്താടി മോളെ അവൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയത്? അല്ല, അത് പിന്നെ ഞാൻ ദേവിയമ്മയുടെ അടുത്തോട്ട് ചെല്ലട്ടെ. എടാ കൃഷ്ണ, കാർത്തിക് വരില്ലേ? നമുക്ക് നോക്കാം. അല്ലാതെ ഇപ്പോ ഞാനെന്ത് പറയാൻ? മല്ലുവ, കുറച്ച് ജോലിയുണ്ട്. ആങ്ങളൊക്കെ പല തിരക്കും കാണും. അവന് ഭാര്യയൊന്നും കുടുംബമൊന്നും ഇല്ല. കണ്ണി കണ്ടവളുമാരുടെ കാര്യങ്ങൾ നോക്കി നടക്കുക അവൻ. എന്താ അവൾ അങ്ങനെ പറഞ്ഞത്? ഒന്ന് അന്വേഷിക്കണമല്ലോ. എന്റെ ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായൊരു മറുപടി പറയാൻ പറ്റുന്നില്ലേ നിനക്ക്? സുന്ദരിക്ക് നിന്നെ കാണാതിരിക്കാനേ പറ്റില്ലെന്ന് തോന്നുന്നു. അച്ഛമ്മയുടെ പേരും പറഞ്ഞു അവള് നിന്നെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നുണ്ടല്ലോ. എന്താ അവളുടെ ഉദ്ദേശം? എല്ലാത്തിനും നീ തന്നെയാ കാരണക്കാരി. സുന്ദരി കളക്ടറമ്മ എന്നൊക്കെ പറഞ്ഞ് അവളെ തലയെ കയറ്റി വെച്ചത് നീ തന്നെയാ. അവളുടെ ഓരോ ആവശ്യങ്ങൾക്കും എന്നെ തനിച്ച് അവളുടെ കൂടെ പറഞ്ഞു വിട്ടത് നീ തന്നെയല്ലേ? അതിന്റെയൊക്കെ പേരിൽ അവളുടെ മനസ്സിൽ എന്തെങ്കിലും വേണ്ടാത്ത ചിന്തകളൊക്കെ കയറി പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി ഞാനല്ല, അത് നീ മാത്രം. നിന്നോടുള്ള സ്നേഹം നടിച്ച് സുന്ദരി ഇവിടെ കയറി ഇറങ്ങിയതിൽ എന്തെങ്കിലും ദുരുദ്ദേശം കാണും. എന്തായാലും ഈ സാറിന്റെ ബുദ്ധി കൊള്ളാം. നിന്ന നിപ്പില് വൈഗ മാഡത്തിനെ കുറ്റക്കാരിയാക്കിയില്ലേ? ഇത് നീയായിട്ട് വരുത്തി വെച്ച വിനയാണ് വൈഗ.
അതിന്റെ പേരിൽ ഇനി എന്നെ ചോദ്യമുനയിൽ നിർത്താൻ ആരും കരുതണ്ട. മാഡം, മറ്റൊരാളുടെ പേഴ്സണൽ കാര്യങ്ങൾ കേൾക്കുന്നത് തെറ്റാണെന്ന് അറിയാം. പക്ഷേ കുറച്ചൊക്കെ ഞാൻ അബദ്ധത്തിൽ കേട്ടു. ഈ കേസില് മാഡം സാറിനെ കുറ്റപ്പെടുത്തരുത്. സാർ പറഞ്ഞത് ശരിയാ. ഭർത്താവൊന്നുമില്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കുന്നവളല്ലേ അവൾ. അവളുടെ മനസ്സിൽ എന്തെങ്കിലും വൃത്തികെട്ട ചിന്ത ഉണ്ടായിട്ടുണ്ടാവും. അതിന് സാറിനെ എന്തിനാ മാഡം കുറ്റപ്പെടുത്തുന്നത്? പോകുന്നുണ്ടെന്ന് പറയാനാ ഞാൻ വന്നത്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഞാൻ ഇറങ്ങിക്കോട്ടെ. ശരി. കാർത്തി, കാർത്തി, ഞാനൊരു കാര്യം പറഞ്ഞ നിനക്ക് ദേഷ്യം വരുമോ? ഇല്ല, പറഞ്ഞു. എനിക്ക് നിന്നെ വിശ്വാസം 100% അല്ല, 200%. പക്ഷെ സുന്ദരി നിന്നെ വിളിക്കുന്നത് കേട്ടപ്പോ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. എന്തൊരു അധികാര ഭാവത്തിലാ അവള് സംസാരിക്കുന്നെ. എന്തിനാ നിന്നോട് അവൾ അങ്ങനെയൊക്കെ സംസാരിക്കുന്നെ? അതിന് എന്നോടല്ലല്ലോ വഴക്കിടേണ്ടത്, അത് അവളോടല്ലേ ചോദിക്കേണ്ടത്. എല്ലാത്തിനും വളം വെച്ചു കൊടുത്തത് നീ തന്നെയാ. ആ വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിച്ചാൽ ഉടനെ എന്നെ പറഞ്ഞു വിടുകയല്ലായിരുന്നു അങ്ങോട്ട് അവരെ സഹായിക്കാനായിട്ട്. അവിടെയാ നിനക്ക് തെറ്റിയത്. നമ്മൾ ചെയ്ത ഒരു സഹായം ഇപ്പൊ എല്ലാ കാര്യങ്ങളിലും അവരെ ആഗ്രഹിക്കുന്നുണ്ട്. ആവശ്യപ്പെടുമ്പോഴെല്ലാം ഓടി എത്തുക എന്നുള്ളത് നമ്മുടെ ഒരു ജോലിയായിട്ട് മാറി. ശരിയല്ലേ?